ദൈവത്തിന് സ്തുതി. സഭയുടെ ആരാധനാ വർഷ ക്രമീകരണം അനുസരിച്ച് ഇന്നു മുതൽ സ്ലിഹാ നോമ്പ് ആരംഭിക്കുകയാണല്ലോ. സഭയിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന 5 നോമ്പുകളും ഒരുവന്റെ വിശ്വാസത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള ആത്മപരിശോധനയ്ക്കും അനുതാപത്തിനും പ്രതിഫലനത്തിനും വേണ്ടിയാണ്. ആത്മീയ നവീകരണത്തിനും ശാരീരിക ശുദ്ധീകരണത്തിനും നോമ്പുകാലങ്ങൾ കൂടുതലായി അവസരമൊരുക്കുന്നു. സ്ലിഹാ നോമ്പിന്റെ കാതലായ സന്ദേശം ശിഷ്യത്വത്തിനായുള്ള വിളിയും തെരഞ്ഞെടുപ്പും എന്നതാണ്. ഈ നോമ്പിലൂടെ സ്ലിഹന്മാരെ അനുസ്മരിക്കുന്നുണ്ടെങ്കിലും അതിലുപരിയായി അവരിലൂടെയുള്ള ത്രിയേക ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെയാണ് സഭ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. സ്ലിഹാ നോമ്പിന്റെ ആദ്യ ദിനമായ ഇന്ന് പത്രോസ് സ്ലിഹായെയാണ് സ്മരിക്കുന്നത്. ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. സമവീക്ഷണ സുവിശേഷങ്ങളിലെല്ലാം തന്നെ ഈ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിനെ അനുഗമിക്കുന്നതിനായി തന്റെ ഉപജീവനമാർഗം ഉപേക്ഷിച്ച ഒരു നികുതി പിരിവുകാരനായിരുന്ന അപ്പോസ്തലനായ മത്തായിയാണ് ഈ സുവിശേഷത്തിന്റെ രചയിതാവ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. യോഹന്നാൻ സ്നാപകനെ പോലെ ക്രിസ്തുവും മശിഹായുടെ രാജ്യം സ്ഥാപിതമാവുന്നതിന് മുമ്പായി മാനസാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യകതയെ പ്രസംഗിച്ചു. 17-ാം വാക്യം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. തന്റെ രാജ്യം പ്രാപിക്കുന്നതിനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി സകലരിലും സംഭവിക്കേണ്ടതായ ധാർമ്മിക നവീകരണത്തിന്റെ ആഹ്വാനമാണത്. അതിനുശേഷമാണ് യേശു ശിഷ്യന്മാരെ വിളിച്ചു തുടങ്ങിയത്. എന്റെ പിന്നാലെ വരുവീൻ എന്നത് ക്രിസ്തുവിന്റെ കൽപ്പനകളുടെ മാർഗദർശനത്തെയും അധികാരത്തെയും ശക്തിയെയും വെളിവാക്കുന്നവയാണ്. മത്സ്യത്തൊഴിലാളികളായ 2 കൂട്ടം സഹോദരന്മാരെയാണ് യേശു തന്റെ ശിഷ്യന്മാരായി വിളിക്കുന്നത്. ആദ്യത്തെ കൂട്ടം മത്സ്യബന്ധനത്തിൽ വ്യാപൃതരായിരുന്ന ശീമോൻ പത്രോസും അന്ത്രയോസും. രണ്ടാമത്തെ കൂട്ടം പിതാവായ സെബദിയുമൊത്ത് മത്സ്യബന്ധനത്തിനായി വലകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്ന യാക്കോബും യോഹന്നാനും. തന്റെ കീഴിൽ ധാരാളം തൊഴിലാളികളുള്ള ഒരു ധനികനായിരുന്നു സെബദി. സമ്പദ് വ്യവസ്ഥിതിയിൽ ഒട്ടും പിന്നോക്കമല്ലാത്ത 4 പേർ. ഒന്നാമതായി വിളിയും വാഗ്ദാനവും. എന്റെ പിന്നാലെ വരുവീൻ എന്നത് വിളിയും, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നത് വാഗ്ദാനവുമാണ്. മനുഷ്യരെ പിടിക്കുന്നതിൽ പ്രഗത്ഭരാക്കുക എന്നതായിരുന്നു യേശുക്രിസ്തുവിന്റെ ഉദ്ദേശ്യം. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന പ്രക്രിയയിൽ ശാരീരിക സാമീപ്യത്തെക്കാൾ ഉന്നതമായ ആശയം ഉൾക്കൊള്ളുന്നു. ക്രിസ്തുവിന്റെ സ്വഭാവം അനുകരിക്കുക എന്ന ആശയവും അവനെ അനുധാവനം ചെയ്യുന്നതിൽ ഉൾപ്പെടുന്നു. അവർ എന്തായിരിക്കുന്നു എന്നത് അവർ എന്തു പറഞ്ഞു അഥവാ എന്തു ചെയ്തു എന്നതിലും പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു. നമ്മുടെ വാചാലതയും വ്യക്തിത്വവും യഥാർത്ഥ ആത്മീയതയ്ക്ക് മുഖംമൂടിയാകാൻ പാടില്ല. യേശുവിന് പരമമായ മുൻഗണന നൽകാനുള്ള മനസ്സൊരുക്കം അവന്റെ ശിഷ്യനാകാൻ അനിവാര്യമായ ഒരു ഗുണമാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യൻ യുക്തമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിനും ത്യാഗവും ബുദ്ധിമുട്ടും സഹിക്കുന്നതിനും ക്ഷമാശീലം നേടുന്നതിനും അഭ്യസിക്കുന്നു. രണ്ടാമതായി വിളിയോടുള്ള പ്രതികരണവും അനുസരണവും. 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണുന്ന ഉടനെ എന്ന പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. ക്ഷണത്തിൽ പ്രതികരിച്ചും കറ തീർന്ന വിശ്വാസത്തിന്റെ പ്രകടനമായി അവർ വല ഉപേക്ഷിക്കുകയും ചെയ്തു. സാക്ഷാലുള്ള സമർപ്പണത്തിന്റെ പ്രദർശനമായി അവർ യേശുവിനെ അനുഗമിച്ചു. യാക്കോബിനും യോഹന്നാനുമാണ് പിന്നീട് ക്ഷണം ലഭിച്ചത്. 4-ാം അധ്യായം 22-ാം വാക്യത്തിലും ഉടനെ എന്ന പദം ശ്രദ്ധ ആകർഷിക്കുന്നു. അവരും ക്ഷണത്തിൽ ശിഷ്യന്മാരായി. തങ്ങളുടെ ജീവിത സന്ധാരണത്തിനുള്ള ഉപാധി മാത്രമല്ല, ഒപ്പം അവരുടെ പിതാവിനെ ഉപേക്ഷിച്ച് ഭൗമികമായ സകല ബന്ധങ്ങളുടെ മേലും യേശുവിനുള്ള മുൻഗണന അവർ വെളിപ്പെടുത്തി. ശിഷ്യത്വത്തിലേക്കുള്ള വിളി വ്യക്തമായതും സമ്പൂർണ്ണ പ്രതിബദ്ധതയുടെ പ്രതികരണം ആവശ്യപ്പെടുന്നതുമാണ്. ക്രിസ്തുവിന്റെ ക്ഷണത്തോട് ക്രിയാത്മകമായി പ്രതികരിച്ചതിനാൽ മീൻപിടുത്തക്കാർ സ്ലിഹന്മാരായി ഉയർത്തപ്പെടുവാൻ കാരണമായി. നമ്മുടെ ആത്മാവിന്റെ റബിയും ഗുരുവുമായ യേശുവെ പോലെ തന്നെ നമ്മുടെ സംസാരത്തിലൂടെയും ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മെ ശ്രദ്ധ വെച്ച് നോക്കുന്ന ലോകത്തിന്റെ രൂപാന്തരത്തിനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ചും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആമേൻ.